നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ഭിന്നതയുടെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇത് ചില ചരിത്രപരമായ രേഖകളെ അടിസ്ഥാനമാക്കിയുള്ളൊരു വിവരണമാണ്. നമ്മുടെ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു നിമിഷം നമുക്കിതൊന്ന് ആലോചിക്കാം. ഒരാളുടെ അവസാനത്തെ ആഗ്രഹം അതങ്ങ് നടക്കാതെ പോയാൽ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്തുകൾ? ആ സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇബ്നു അബ്ബാസിന്റെ ഈ വാക്കുകൾ മാത്രം മതി. അദ്ദേഹം പറയുകയാണ്, വ്യാഴാഴ്ച എന്തൊരു മോശം ദിവസമായിരുന്നു അത്. എല്ലാവരും കരയാൻ തുടങ്ങി. അവിടെയുണ്ടായ തർക്കങ്ങളും ബഹളങ്ങളും കാരണം അള്ളാഹുവിന്റെ ദൂതന് ആ എഴുത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ട ആ സംഭവത്തിലേക്ക്. രംഗം ഇതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി മരണക്കിടക്കയിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ 3 ദിവസങ്ങൾ, വളരെ നിർണായകമായ നിമിഷങ്ങൾ. ആ മുറിയിൽ വെച്ച് പ്രവാചകൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു. സഹീഹുൽ ബുഖാരിയിലെ വിവരണമനുസരിച്ച് അദ്ദേഹം പറഞ്ഞതിതാണ്: എനിക്കൊരു പലകയും മഷിയും തരൂ. നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഞാനൊരു രേഖ എഴുതിത്തരാം. എന്നാൽ ഇതിനോടുള്ള പ്രതികരണം ഒരു എതിർപ്പായിരുന്നു. ഉമർ ഇബ്നു അൽ ഖത്താബ് പറഞ്ഞു, പ്രവാചകൻ അസുഖം കൂടുതലാണ്. നമ്മുടെ കയ്യിൽ ഖുർആനുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഗ്രന്ഥം മാത്രം മതി നമുക്ക്. ഇവിടെയാണ് ഈ ഖുർആൻ വാക്യത്തിന് വലിയ പ്രസക്തി വരുന്നത്. കാരണം ഈ വിവരണങ്ങളനുസരിച്ച് പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, മറിച്ച് അത് ദൈവത്തിൽ നിന്നുള്ള വെളിപാടാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു. ശരി, ഇനി ആ സംഭവത്തിനു ശേഷം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതെന്ന് നോക്കാം. ഈ ടൈം ലൈൻ നോക്കൂ. കാര്യങ്ങൾ എത്ര വേഗമാണ് മാറിയതെന്ന് കാണാം. ഒരു വശത്ത് പ്രവാചകന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ അലി ഇബ്നു അബി താലിബ് സംസ്കാര ചടങ്ങുകളിൽ മുഴുകിയിരിക്കുകയാണ്. അതേസമയം തന്നെ സഖീഫ എന്ന സ്ഥലത്ത് കുറച്ചുപേർ ഒത്തുകൂടി അടുത്ത ഭരണാധികാരിയെ, അതായത് ആദ്യത്തെ ഖലീഫയെ തീരുമാനിക്കുകയായിരുന്നു. അവർ അബൂബക്കറിന് ബൈഅത്ത് നൽകി. അപ്പോൾ ഈ ചരിത്രഗ്രന്ഥങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് എഴുതാൻ സാധിക്കാതെ പോയ ആ വിൽപത്രത്തിൽ പ്രവാചകൻ ഉദ്ദേശിച്ചത് അലിയെയും അദ്ദേഹത്തിനു ശേഷം വരുന്ന 11 പിൻഗാമികളെയും നേതാക്കളായി നിയമിക്കാനായിരുന്നു. പക്ഷെ ആ പദ്ധതിയാണ് അവിടെ നടക്കാതെ പോയത്. ഈ പിന്തുടർച്ചാവകാശ തർക്കം വലിയൊരു അധികാരശൂന്യതയുണ്ടാക്കി. ഇത് ചിലർക്ക് വളരാനുള്ള അവസരമൊരുക്കി. അങ്ങനെയാണ് മുആവിയ ഇബ്നു അബി സുഫിയാൻ എന്ന വ്യക്തി രംഗത്തേക്ക് വരുന്നത്. പ്രവാചകന്റെ പഴയ ഒരു ശത്രുവിന്റെ മകനായിരുന്നു അദ്ദേഹം. സിറിയയിലെ ഗവർണർ എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം പതുക്കെ വലിയൊരു ശക്തിയായി മാറി. പിന്നീട് നടന്ന സംഘർഷങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദു അദ്ദേഹമായിരുന്നു. അധികാരം നേടാനും അലിയെ എതിർക്കാനും മുആവിയ പല തന്ത്രങ്ങളും ഉപയോഗിച്ചതായി ഈ രേഖകൾ പറയുന്നു. ആളുകളുടെ കൂറ് വിലയ്ക്കു വാങ്ങാൻ പൊതുഖജനാവ് ഉപയോഗിച്ചു. അന്നത്തെ ഖലീഫയായിരുന്ന അലി ആവശ്യപ്പെട്ടിട്ട് പോലും സ്ഥാനമൊഴിഞ്ഞില്ല. സിഫിൻ പോലുള്ള വലിയ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് തുടക്കമിട്ടു. യുദ്ധത്തിനിടയിൽ ഖുർആൻ കുന്തങ്ങളിൽ ഉയർത്തിക്കാട്ടി എതിരാളികളെ ചതിച്ചു. പള്ളികളിലെ പ്രസംഗപീഠങ്ങളിൽ നിന്ന് അലിക്കെതിരെ ശാപവാക്കുകൾ വരെ ചൊരിഞ്ഞു. അലിയുടെ മരണശേഷം നേതൃത്വം അദ്ദേഹത്തിന്റെ മകൻ ഹസനിലേക്ക് വന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം തിരികെ കൊണ്ടുവരാനായിരുന്നു. അങ്ങനെ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഇമാം ഹസൻ മുആവിയയുമായി ഒരു സമാധാന ഉടമ്പടി ഒപ്പുവച്ചു. അതിൽ വളരെ വ്യക്തമായ ചില നിബന്ധനകളുണ്ടായിരുന്നു. 1. മുആവിയ ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ചു ഭരിക്കണം. 2. തനിക്ക് ശേഷം ആരെയും പിൻഗാമിയായി നിയമിച്ചരുത്. 3. മുആവിയുടെ മരണശേഷം അധികാരം ഹസനോ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹുസൈനോ തിരികെ നൽകണം. 4. അലിയുടെ കുടുംബത്തെ അപമാനിക്കുന്നത് നിർത്തണം. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ ഉറവിടങ്ങൾ പറയുന്നത് ഈ ഉടമ്പടിയിലെ ഓരോ വ്യവസ്ഥയും മുആവിയ ലംഘിച്ചു എന്നാണ്. അതിന്റെ എല്ലാം അവസാനം അദ്ദേഹം തന്റെ സ്വന്തം മകനായ യസീദിനെ അടുത്ത ഭരണാധികാരിയാക്കി ഒരു രാജവംശത്തിന് തുടക്കമിടാൻ പദ്ധതിയിട്ടു. ഈ വഞ്ചനയാണ് നമ്മളെ ഈ കഥയുടെ ഏറ്റവും ദുരന്തപൂർണമായ അധ്യായത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അലിയുടെ രണ്ടാമത്തെ മകനായ ഹുസൈന്റെ കഥയിലേക്ക്. മുആവിയ മരിച്ചു. മകൻ യസീദ് അധികാരത്തിൽ വന്നു. യസീദ് ഹുസൈനോട് ആവശ്യപ്പെട്ടത് ഒന്നുമാത്രം: തന്നെ ഭരണാധികാരിയായി അംഗീകരിക്കണം, ബയ്യത്ത് ചെയ്യണം. എന്നാൽ അഴിമതിക്കാരനും അയോഗ്യനുമെന്ന് കരുതുന്ന ഒരു ഭരണാധികാരിക്ക് മുന്നിൽ തലകുനിക്കാൻ ഹുസൈൻ തയ്യാറായിരുന്നില്ല. അത് തത്വങ്ങൾക്ക് നിരട്ടാത്തതായിരുന്നു. അങ്ങനെയാണ് ഹുസൈന്റെ ആ ദുരന്തപൂർണമായ യാത്ര തുടങ്ങുന്നത്. കൂഫയിലെ ജനങ്ങൾ ആയിരക്കണക്കിന് കത്തുകളയച്ച് അദ്ദേഹത്തെ സഹായത്തിനായി ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് ഹുസൈൻ തന്റെ കുടുംബത്തോടും കുറച്ച് അനുയായികളോടുമൊപ്പം കൂഫയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വഴിയിൽ വെച്ച് യസീദിന്റെ വലിയ സൈന്യം അവരെ തടഞ്ഞു. കർബല എന്ന മരുഭൂമിയിൽ അവർ വളയപ്പെട്ടു. 7ാമത്തെ ദിവസമായപ്പോഴേക്കും സ്ഥിതിഗതികൾ ശരിക്കും വഷളായി. യസീദിന്റെ സൈന്യം ഹുസൈന്റെ സംഘത്തിന് വെള്ളം പോലും നിഷേധിച്ചു. യൂഫ്രട്ടീസ് നദിയിലേക്കുള്ള എല്ലാ വഴികളും അവർ അടച്ചു.
അവസാനം അവർക്ക് മുന്നിൽ വെച്ച നിർദ്ദേശം ഇതായിരുന്നു: ഒന്നുകിൽ യസീദിന് മുന്നിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ മരണം വരിക്കുക. അനീതിക്ക് മുന്നിൽ തലകുനിക്കുന്നതിലും ഭേദം മരണമാണെന്ന് ഹുസൈനും കൂടെയുണ്ടായിരുന്ന 72 പേരും തീരുമാനിച്ചു. അവർ പോരാടാൻ ഉറച്ചു. അങ്ങനെ ആ 10-ാം ദിവസം, ആഷൂറ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ ദിവസം സംഭവിച്ച കാര്യങ്ങളാണ് പിന്നീട് ഒരിക്കലും മായാത്ത ഒരു മുറിപ്പാടായി മാറിയത്. ആ യുദ്ധത്തിന്റെ ഫലം ഹുസൈനും അദ്ദേഹത്തിന്റെ കുടുംബവും പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൂടെയുണ്ടായിരുന്ന വിശ്വസ്തരായ അനുയായികളും എല്ലാവരും അതിദാരുണമായി കൊല്ലപ്പെട്ടു. കർബലയിലെ ആ മണലാരണ്യം അവരുടെ രക്തം കൊണ്ട് ചുവന്നു. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. അതിനുശേഷം നടന്നത് അതിലും ക്രൂരമായിരുന്നു. മരിച്ചവരുടെ ശരീരങ്ങൾ വികൃതമാക്കി, അവരുടെ കൂടാരങ്ങൾക്ക് തീയിട്ടു, സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി. എഴുതപ്പെടാതെ പോയ ആ ഒരൊറ്റ വിൽപത്രത്തിൽ നിന്ന് തുടങ്ങിയ ഭിന്നത കർബലയിലെ ദുരന്തത്തിലെത്തിയപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവുണ്ടാക്കി. അപ്പോൾ അവസാനം നമ്മൾ ഈയൊരു ചോദ്യത്തിലാണെത്തുന്നത്: ചരിത്രത്തിലെ അടിസ്ഥാനപരമായ കഥകളും ഏറ്റവും പ്രധാനമായി ആ കഥകൾ ആരാണ് പറയുന്നത് എന്നതും, എങ്ങനെയാണ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതുന്നത്? ഇതുപോലുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നൂറ്റാണ്ടുകളോളം സമൂഹങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും നിർവചിക്കുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.